الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين. നീതിയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്നാം വിളിച്ചാൽ ശേഷം കൽപ്പിക്കുന്ന അമ്രോ നഹിയോ എന്തായിരിക്കും? സാലിഹായ അമലായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞത്? കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, ഖിസ്ത് കൊണ്ട് നിലനിൽക്കുന്നവരാകണം. അപ്പം ഖായിമീന എന്നല്ല, ഖവ്വാമീനാണ്. അപ്പം ഏത് വിഷയത്തിനും എപ്പോഴും എന്താകണം? നീതി കൊണ്ട് നിലനിൽക്കണം. ഐ മുബാലഗീന ഫിൽ അദിൽ, അദിലിൽ മുബാലികങ്ങളാവണം. വൈഖാമത്തിൽ ഖിസ്ത് ഫി ജമീഉൽ ഉമൂർ, ഏത് കാര്യത്തിലും നീതി നിലനിർത്തുന്നവരായിരിക്കണം. മുജ്തഹിദീന ഫീ ദാലിക ഹഖ്ഖൽ ഇജ്തിഹാദ്, അതാണ് ഖവ്വാമീൻ ഉപയോഗിച്ചത്. അർജാലു ഖവ്വാമൂന എന്ന് പറഞ്ഞാൽ മതി. വെറും ഒരു നിലനിൽക്കിലാണെങ്കിൽ ഖായിമൂന എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഷുഹദാ ലില്ലാഹി, അല്ലാഹു തആലാക്കുള്ള ഷുഹദാ, ഇത് യുദ്ധത്തിലുള്ള ഷുഹദാകല്ലേ, സാക്ഷികൾ. ബിൽ ഹഖ് തുഖീമൂന ഷഹാദാതികും ലിവജ്ഹില്ലാഹി തആല, നിങ്ങളുടെ സാക്ഷ്യം എന്താക്കണം? അല്ലാഹു തആലാന്റെ വജ്ഹിന് വേണ്ടി നിലനിർത്തണം. കമാ ഉമിർതും ബിഖാമത്തിഹാ, അത് എപ്രകാരം നിലനിർത്തണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതുപോലെ. അത് സാക്ഷി നിൽക്കുമ്പോൾ എന്താകും? നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതികൂലമായിട്ട് വരും. എന്നാലും നിങ്ങളുടെ തടിയല്ല വലുത്, നീതിയാണ്. വലൗ കാനത്തി ഷഹാദത്തു അലാ അൻഫുസികും, അതങ്ങനെ ബി അൻ തുഖിറു അലൈഹ, നഫ്സിന് എതിരായി ചിലപ്പോൾ ഇഖ്റാർ ചെയ്യേണ്ടി വരും. അപ്പോൾ നഫ്സാണ് അവിടെ പ്രതിയാകല്. കാരണം ലിഅന്ന ഷഹാദത്ത് അല നഫ്സി ഇഖ്റാർ, ഈ നഫ്സിൻ്റെ എതിരായിട്ട് ഷഹാദത്ത് ഇഖ്റാർ എന്നർത്ഥം. നഫ്സിന് എതിരായിക്കൊണ്ട് സാക്ഷി ഇഖ്റാർ, ഞാനത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാക്കിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. വശഹാദത്തു ഇബാറത്തുൻ അനിൽ ഇഖ്ബാരി ബിഹഖിൽ ഗൈർ, ഗൈറിൻ്റെ ഹക്ക് കൊണ്ട് ഇഖ്ബാർ ചെയ്യലിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. സബാം ഖാന ദാലിക അലൈഹി ഔ അലാ ഗൈരിഹി, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ എതിരായാലും തിരക്കേണ്ട, ഗൈറിന് ആയാലും തിരക്കേണ്ട. ഇനി അവിൽ നഫ്സ് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവിൽ വാലിദൈനി ഉണ്ടായാലും ഓർക്കും എതിരായാലും അങ്ങനെ തന്നെ. വൽ അഖ്റബീങ്ങളാണ് പിന്നുള്ളത്. അപ്പം 3 സ്റ്റേജായി. ഒന്ന് സ്വന്തം നഫ്സ്, മറ്റൊന്ന് വാലിദൈനി, അഖ്റബീൻ. അത് വലൗ ഖാനത്ത് അലാ വാലിദിക്കും അഖാരിബിക്കും, നിങ്ങളെ മാതാപിതാക്കന്മാരുടെ അതല്ലേ അഖാരിബിനും എതിരായിട്ട് വന്നാലും അതങ്ങനെ ബി അൻ തുഖിറു വ തഖൂലു മസലൻ അഷ്ഹദു അന്ന ലി ഫുലാനിൻ അലാ വാലിദി കദാ, അങ്ങനെ ഒരു ഫുലാനുണ്ട്, ആ ഫുലാനിന് കിട്ടാനുണ്ട്, എൻ്റെ ഉപ്പ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം ഇട്ട് പറഞ്ഞാൽ കിട്ടേണ്ട ആള്, അലയിട്ട് പറഞ്ഞാൽ കൊടുക്കേണ്ട ആള്. അപ്പം വാലിദ് ഇന്നാക്ക് കൊടുക്കാനുണ്ട് കഥാ കഥാ. وفي هذا بيان أن شهادة الابن للوالدين لا تكون حقوقا. അപ്പം എന്താണെന്നറിയോ? വാലിദൈനെതിരായിട്ട് മകൻ സാക്ഷി നിന്നാൽ അത് ഹുഖൂഖാവൂല എന്നും വന്നിട്ടുണ്ട്. ഹുഖൂഖുൽ വാലിദൈനി അത് പെടൂല. വലാ യഹില്ലു ലിൽ ഇബ്നി അൽ ഇംതിനാഉ അനി ഷഹാദത്തി അലാ അബവൈഹി, മാതാപിതാക്കന്മാർക്ക് എതിരായി കൊണ്ടിട്ട് സാക്ഷി നിൽക്കുന്ന തൊട്ട് തടഞ്ഞു നിൽക്കേണ്ടത് ഇംതിനായ പാടില്ല. അതുകൊണ്ട് ഹുഖൂഖിൽപ്പെടൂല. അതുകൊണ്ട് അതിനെ തൊട്ട് തടഞ്ഞു നിൽക്കൽ അനുവദനീയമെല്ലാം ഇവിടെ നമുക്ക് ഹക്കാ നടക്കേണ്ടത്. അതുകൊണ്ട് ലിഅന്ന ഫി ഷഹാദത്തി അലൈഹിമാ ബിൽ ഹഖ് മൻ അല്ലഹുമാ മിനൽ ദുൽമി, എന്തുകൊണ്ടാണ് ഹുഖൂഖിൽപ്പെടാത്തത്? അവർ 2 പേർക്കും എതിരായിട്ട് പ്രതികൂലമായി സാക്ഷ്യം വഹിച്ചാൽ അവർക്ക് ദുൽമ വരാതെ അവർക്ക് രക്ഷിക്കാമല്ലോ. മനസ്സിലായിട്ടുണ്ടോ? വമ്മാ ഷഹാദതുഹു ലഹുമാ വബിൽ അക്സി ഫലാ തുഖ്ബലു, ഇനി അവർക്ക് അനുകൂലമായിട്ട് സാക്ഷി എന്നാലോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് സ്വീകാര്യവുമല്ല. കാരണം അവിടെ മുത്തുകൊണ്ട് പറയാല, അലക്കെടുക്കൂ. സുഹൃത്തിൻ്റെത് അനുകൂലമായിട്ട് പറയാനുള്ള സാധ്യത, അതുകൊണ്ട് അത് സ്വീകരിക്കൂല. ഇത് മനസ്സിലാകുന്നില്ല. ലഹുമ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഷഹാദത്ത് ഓർക്ക് അനുകൂലമായിട്ട്, ഒബിൽ അക്സിയോ ഓർ 2 മോന് വേണ്ടിയിട്ടും പറഞ്ഞു. എന്നാൽ ഫലാ തുഖ്ബലു, എൻ്റെ കാരണം എന്താ? ലിഅന്നൽ മനാഫിഅ ബൈനൽ ഔലാദി വൽ ആബാഇ മുത്തസിലത്തുൻ, ഈ മകനും ബാപ്പയും തമ്മിൽ
മനാഫി ഉണ്ടാകൽ എപ്പോൾ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സാക്ഷിയോട് ഫലം ഉണ്ടാവില്ല. വലിഹാദ ലാ യജൂസ് അദാഉ സക്കാത്തി ഇലൈഹിം, അതുകൊണ്ടാണല്ലോ അവർക്ക് സക്കാത്ത് കൊടുത്താലും പറ്റൂലല്ലോ, വിടൂലല്ലോ. ഫതകൂനു ഷഹാദത്തു അഹദിഹിമാ ഷഹാദത്തൻ ലിനഫ്സിഹി, അതുകൊണ്ട് അവർ ഓരോ രണ്ടിൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ മകന് വേണ്ടി സാക്ഷി എന്നാൽ അത് അവനവൻ അനുകൂലമായ സാക്ഷിക്കലായി. ഔലി തമക്കുനി തുഹുമ, അല്ലെങ്കിൽ തുഹുമത്ത് അവിടെ ഉണ്ട്. ചില കൊടുക്കണ്ടെന്നല്ലോ, അപ്പം ചില കൊടുക്കുന്നൊക്കെ പറ്റൂലല്ലോ. അല്ല, അപ്പം ചിലവ് കൊടുക്കുന്ന ആൾക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റൂലല്ലോ. അതാത് അവർക്ക് ചിലവ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഇവൻ കൊടുക്കൽ ഉജൂബായില്ലേ? അങ്ങനെ അത് മറ്റൊരു കെയർ ഓഫിലാണ് കൊടുക്കണം. അതിപ്പം പറയുന്നില്ല, ഭാര്യക്ക് 3 നഫക്കന് റുത്തുബയില്ലേ, മുദ്ദാനി 3 മുദ്ദ. ഇതിപ്പോൾ 1, 1.5, 2, 3 കരടില്ലേ, അതിൻ്റെ അപ്പുറം കൂട്ടിക്കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കുന്നില്ലേ? മൂസിർ, മുത്തവസിത്ത്, മറ്റേ ഫക്കീർ, ഇങ്ങനെ ഭർത്താവിൻ്റെ ഗരാഡ് അനുസരിച്ചിട്ട് എന്താക്കി നഫക്ക കൊടുത്തു. എന്നിട്ടൊക്കെ കിഫായത്തില്ല, ബാക്കി സക്കാത്തായിട്ട് കൊടുക്കുന്നില്ല. തീർന്നു. إن يكن غنيا أو فقيرا فالله أولى بهما. ഇഞ്ഞക്കുൻ എന്ന് പറഞ്ഞാൽ ആര്? സാക്ഷി പറയുന്നവനോ അല്ല ആർക്ക് വേണ്ടിയാണോ അനുകൂല സാക്ഷ്യം? മഷഹൂദുൻ അലൈഹിയോ കണ്ടില്ലേ? ഇഞ്ഞക്കുൻ തമ്മിൽ മഷഹൂദുൻ അലൈഹിയാണ്. ആർക്കാണോ ഇവൻ അവൻ്റെ പ്രതി അപ്പുറത്തെ. ഖനിയാവട്ടെ എങ്ങനെ? യുബ്തഗാ ഫിൽ ആദത്തിൽ ഇല്ലാഹു വയത്തഖാ സുഖ്തുഹു, അതാണ് ഖനീൻ്റെ വർത്തം. എന്താണ്? ആദത്ത് പ്രകാരം അവൻ്റെ പൊരുത്തം തേടപ്പെടും, അയാൾ ദേഷ്യം പിടിക്കാൻ പറ്റില്ല, അത് കാക്കും, അങ്ങനെയുള്ള ഒരാളാണ്. ഇനി ഔ ഫഖീറൻ നബി യതറഹമു അലൈഹി ഗാലിബൻ, അദ്ദേഹത്തിനോട് ഗാലിബൻ റഹ്മത്ത് തോന്നുന്ന ആളാണ്. എന്നിട്ടോ വജവാബു ശർഇയ്യകുൻ ഗനിയൻ ഔ ഫഖീർ, സാമ്പത്തിക ഗനിയും ഫഖീറും അല്ല, മറ്റോൻ്റെ റഹ്മത്തിന് അവകാശിയായ ആളെന്ന്. മറ്റേതോ അയാളെ പൊരുത്തം കിട്ടിയും വേണം, അയാളെ സ്വത്ത് കാക്കിയും വേണമെന്ന് പറഞ്ഞ ഒരു കുറച്ച് കാര്യപ്പെട്ട ആൾ. ചുരുക്കത്തിൽ ഖനീൻ്റെ ഭാഗത്ത് വലിയ കാര്യപ്പെട്ട ആളായി, മറ്റേതോ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന ആളായി. അപ്പം ഇഞ്ഞക്കുൻ ഖനിയൻ എന്ന് പറഞ്ഞതിൻ്റെ ജവാബ് കൊടുത്തോ? അത് അവ ജവാബ് ഷർത്ത് മഹദൂഫുൻ, അത് മഹദൂഫാണ്. ഈ ദലാലത്ത് ഖൗലിഹി തആല ഫല്ലാഹു ഔലാ ബിഹിമാ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കളഞ്ഞതാണ്. ഇതിലാണ്ട് നേർക്ക് നേരെ അതല്ല, ഫല്ലാഹു ഔലാ ബിഹിമാ അല്ല, അങ്ങനെ ഖുർആൻ ചിലത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടത് ഷർത്തും ജവാബും തമ്മിൽ ഒക്കൂല. അവർ ഖനിയോ ഫഖീറോ ആയെങ്കിൽ ഫല്ലാഹു ഔലാ ബിഹിമാ എന്നല്ലല്ലോ. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദക ബിഖൈരിൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒപ്പിച്ചെന്ന് വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ, എന്തെങ്കിലും ചെറിയൊരു ദുർറ് അള്ളാഹിൻ്റെ പക്കൽ എനിക്ക് സംഭവിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അള്ളാഹു അല്ലാതെ കാശിഫില്ല. വഇൻ യുരിദക ബിഖൈരിൻ, ഖൈർ കൊണ്ട് ഉദ്ദേശിച്ച ദുർറിനെതിരെ, എന്നാൽ ബഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിച്ചാൽ ഇല്ലെങ്കിലും മുത്തലക്കായിട്ട് അള്ളാഹു തആല ഖദീറിനല്ല. അതിനർത്ഥം അത് തടഞ്ഞു വെക്കാൻ ആളില്ല. എന്തുകൊണ്ട്? രണ്ടിനും അള്ളാഹു തആല കഴിവുണ്ട ഇല്ലത്താണ്, ഷർത്തിൻ്റെ ജവാബല്ല എന്ന് പറഞ്ഞ മാതിരി ഫല്ലാഹു ഔലാ ബിഹിമയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമത്. എന്നുവെച്ചാൽ ഐ ഫലാ തംതനിഉ അൻ ഇഖാമത്തി ഷഹാദത്തി തലബൻ ലിൽ ഖനിയ്യി, ഒന്നാമത് പറഞ്ഞ ഖനിയ്യിൻ്റെ പൊരുത്തം തേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലോ ഫഖീറൻ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിനോട് കാരുണ്യം തോന്നിയിട്ട് എന്താക്കണ്ട, ഷഹാദത്ത് പറയാതിരിക്കണ്ട. ഏതും വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞില്ലപ്പാ, അതും വേണ്ട. മറ്റേക്ക് ദേഷ്യം വളരെ ജില്ലയിലെ നമുക്ക് അത് നോക്കൂല. ഫഇന്നല്ലാഹ തആല ഔല, അതാണ് അതിന് ഇല്ലത്ത്. എന്തുകൊണ്ട്?
നമ്മൾ മുറാഅത്ത് ചെയ്യാൻ അവകാശപ്പെട്ട അള്ളാഹിൻ്റെ റിളയും അള്ളാഹിൻ്റെ ഇതുമാണ്. ഇവർ രണ്ടാളും ഒന്നും നോക്കുന്നില്ല. അല്ലാഹു അലാ ബഹിമ എന്ന് വെച്ചാൽ ഔലാ ബിജിൻസൈൽ ഗനിയ്യി വൽ ഫഖീർ ബിന്നദ്രി ലഹുമാ. അപ്പോൾ അള്ളാഹിനെ വിചാരിച്ചിട്ട് ചെയ്യേണ്ടത്. വലൗലാ ഇന്ന ഷഹാദത അലൈഹിമാ മസ്ലഹത്തുൽ ലഹുമാ കമാ ലമാ ശറഅഹ. ആ ഷഹാദത്തുണ്ടല്ലോ, അത് അവർക്കെതിരെ വന്നാൽ അലൈഹിമ, അതിലെന്തോ മസ്ലഹത്ത് ഉള്ളത് കൊണ്ടല്ലേ അള്ളാഹു താല അത് അനുവദിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, ഹുഖൂഖ് ഒഴിവാക്കിയിട്ട് അവർ ദുൽമിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം ഉള്ളിക്കിടക്കുന്നത് കൊണ്ടാണെന്ന് അത് വിട്ടോന്ന് പറഞ്ഞു. അഫിൽ ഹദീസി ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ അഖിനെ നീ സഹായിക്കണം. അഖ് ലാലിമായ സ്ഥിതിയിലായാലും ശരി മദ്ലൂമായ സ്ഥിതിയിലായാലും ശരി. ഇപ്പം ലാലിമൻ അഖിൽ നിന്നാണ് ഹാലി അല്ലേ? കീല യാ റസൂലല്ലാഹ് അൻസുറുഹു മദ്ലൂമൻ. മദ്ലൂമായ സഹായിക്കണമെന്ന് പറയേണ്ടതില്ല. അപ്പം നമുക്ക് വേഗം തിരിയുന്നു. ഫകൈഫ അൻസുറുഹു, ലാലിമായ അവസ്ഥയിൽ എങ്ങനെ സഹായിക്കലെന്ന്? ഓനെ ദുൽമിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കാര്യം ചെയ്യല്. വഖാല തറുദ്ദുഹു അൻ ദുൽമിഹി, ദുൽമിനെ തൊട്ട് അവനെ പിന്തിരിപ്പിക്കലാണ് ഇവിടെ ചെയ്യല്. അപ്പം ലാലിമിനെ സഹായിക്കലേ. ഫഇന്ന ദാലിക നസ്റുഹു, അതാണ് അവനോടുള്ള നസ്ർ. അതെ. ഫമൻഉൽ ളാലിമി അൻ ദുൽമിഹി, ഒരു ലാലിമിനെ ദുൽമിനെ തൊട്ട് തടയൽ എന്നുള്ളത് ഔനുൽ ലഹു അലാ മസ്ലഹത്തി ദീനിഹി, അവൻ്റെ ദീനിൻ്റെ മസ്ലഹത്തിന് സഹായമായില്ലേ. വലിദാ സുമ്മിയ നസ്റൻ, അതുകൊണ്ടാണ് ഈ ഹദീസിൽ നസ്ർ എന്ന പേര് വന്നത്. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ. എന്താ പറയാൻ പോകുന്നത്? ഫലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ തടിഹവാനെ പിൻപറ്റണ്ട. കറാഹത്താൻ തഅദിലൂ ബൈനൻ നിസാഇ ബൈനൻ നാസി, ജനങ്ങളിടയിൽ നീതി പുലരലി വെറുത്തിട്ട് തടിഹവാനെ പിൻപറ്റിയിട്ട് എന്താ നിങ്ങൾ നേർക്ക് നേരെ പോയാൽ ജനങ്ങൾക്ക് നീതി കിട്ടും. അത് വെറുപ്പായി. അപ്പം തടിഹവാക്ക് ഒപ്പിച്ചില്ലേ പിന്നെ പറയേണ്ടത്? അത് ചെയ്യാൻ പറ്റില്ല. وَإِن تَلْوُوا أَوْ تُعْرِضُوا فَإِنَّ اللَّهَ كَانَ بِمَا تَعْمَلُونَ خَبِيرًا وَإِن تَلْوُوا أَلْسِنَتَكُمْ عَنْ شَهَادَةِ الْحَقِّ, ഹക്കായ ഷഹാദത്തിനെ തൊട്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ എന്താക്കി വളച്ചൊടിച്ച്. അങ്ങനെ ബിയാൻ തഅ്തു ബിഹാ ലാ അലാ വജ്ഹിഹ, ആ ഷഹാദത്തിൻ്റെ ശരിയായ വജ്ഹിൽ കൂടി അല്ലാതെ കണ്ട് നിങ്ങളെ പറഞ്ഞു. അപ്പം നാവ് വളച്ചല്ലോ. ഔ തുഅ്രിദു, അല്ലെങ്കിൽ ഷഹാദിനെ പോകുന്നില്ല. ഒന്നിക്കൽ എന്താക്കും, നിങ്ങൾ സാക്ഷ്യം വളച്ചൊടിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾ തീരെ പോകാണ്ടുന്നു. അതായിഹ വൈക്കാമത്തിയ വഫൽ ഇറാദു അന്ന കതുമുഹ എന്നർത്ഥം. ഇറാദ് എന്ന് പറഞ്ഞാൽ ഷഹാദത്തിനെ മറച്ചു വെച്ച്. അല്ലാഹു തആല അതറിയും. മിൻ ലയ്യിൽ അൽസിനത്തി, എന്താ ലയ്യ്? ലവാ യൽവു എന്ന്, എൽവി എൻ്റെ മസ്തറാണ് ലയ്യ്. അസലെന്താ? ലവിയുന്നുണ്ടായില്ലേ, വാവും യാവും. അപ്പം വാവിനെന്താക്കുക, യാഗായിട്ട് മറിച്ച് സാക്കിനായ യാനെ മറ്റേ ഇത് കാണിച്ചത് ലയ്യ്. പിന്നെ രണ്ടാമത് പറഞ്ഞാണ് തുഴരുന്നു. ഒന്നിക്കൽ തീരെ പോകാതെ ബിൽക്കുല്ലി തേറാന്ന്. എന്താ ചെയ്തത് അത് അല്ലാഹു തആലാക്ക് അറിയും. ഖബീറൻ ഫയുജാസിക്കും ലാ മഹാലത ലാ ദാലിക്, അതിനനുസരിച്ച പ്രതിഫലം കിട്ടും. നീ കൂടുന്നുണ്ടാകുമോ? വനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നൽ മുറാദ ബിൽ ആയത്തി, ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ ഖാദി യതഖദ്ദമു ഇലൈഹിൽ ഖസ്മാനി, ഒരു ഖാദിയുണ്ട്, രണ്ട് ഖസ്മ് അദ്ദേഹത്തിനെ സമീപിച്ചു. ഫയുഅരിദു അൻ അഹദിഹിമാ, അതിനെ ഒരാളെന്താക്കി ഇയാൾ തൊട്ടിട്ട് അവഗണിച്ചു. രണ്ടാൾ കേൾക്കണ്ടേ? ഔ യുദാഫിഉ ഫി ഇംളാദിൽ ഹഖി, അല്ലെങ്കിൽ ഹഖ് നടപ്പിരുന്ന വിഷയത്തിൽ ഇയാൾ ഇതാക്കി മുദാഫ ചെയ്ത് വെച്ചാൽ അത് തള്ളി മടക്കി. ഔ ലാ യുസവ്വി ബൈനഹുമാ, അല്ലെങ്കിൽ രണ്ടാളുടെ ഇടയിൽ അയാൾ തസ്വിയത്താക്കിയില്ല. ഫിൽ മജ്ലിസി വൻ നളരി, മജ്ലിസിലും നെളിറിലും. വലാ യംതനിഉ, അതാണ് ഉദ്ദേശം. അപ്പം കാദിക്കുള്ള അദാബുകളെ പറഞ്ഞു വന്നു. ഇനി വലാ യംതനിഉ അൻ യകൂനൽ മുറാദു ബിൽ ആയത്തി, ഈ ആയത്ത് കൊണ്ട് മുറാദാവന് വിരോധമില്ല. അൽ ഖാദിയ വശാഹിദ വഅമ്മത്തുന്നാസ്, എല്ലാവരും ആകാം.
ആദ്യത്തെ താരിഫ് തഫ്സീർ പ്രകാരം ഖാദിക്ക് മാത്രമാണ്. ഫൈനൽ ലഫ്ള മുഹത്തമലുൽ ജമീഅ, കാരണം കാരണം എന്താ പറയുന്നത്, ഈ ലഫ്ളുണ്ടല്ലോ എല്ലാത്തിനും അത് ബാധകമാക്കുന്നതാണ്. അക്മാൽ ഫി ഹാദിഹി ദിവായ. ഖാലൽ ഫഖഹാ പറയുന്നു വസതു ഷഹാദത്തി ഫിൽ ഹുദൂദി അഫ്ളലു മിൻ നദാഇഹ, ഹദ്ദുകളിൽ ഷഹാദത്ത് മറച്ചു വെക്കലാണ് അഫ്ളൽ. കാരണം ഒരാൾക്ക് അടിയും ശിക്ഷയും കിട്ടാൻ പോയല്ലേ. ഖൗലി അലൈഹിസ്സലാത്തു വസ്സലാം ലില്ലദി ഷഹീദ ഇൻദഹു ഫിൽ ഹദ്ദി, ഹദ്ദിൻ്റെ വിഷയത്തിൽ സാക്ഷി നിന്ന ഒരാളോട് തങ്ങൾ പറഞ്ഞു ലൗ സതർതഹു ബി സൗബിക ലകാന ഖൈറൻ ലക, അത് എടുത്തു പറയാതെ നിന്റെ വസ്ത്രം കൊണ്ട് മറച്ചെങ്കിൽ അത് എത്ര ഖൈറാകുമായിരുന്നു. അതെ. വഖൗലുഹു അലൈഹിസ്സലാം മൻ സതറ അലാ മുസ്ലിമിൻ സതറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ എന്ന വാക്കിലും സത്തറിലേക്കാണ് പോകുന്നത്. സാക്ഷ്യം പറയുമ്പോൾ എന്താകും, അത് വെളിപ്പെടലല്ലേ. ആവശ്യമില്ലാണ്ട് ശരീരമേ കയറി കഥപ്പ് പറയണമെന്ന് കൽപ്പിക്കലും കഥ പറയലെന്തായിരിക്കും. പിന്നെ സംഘടന നേതാവ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടിയില്ല. അത് അത്രേ ഉള്ളൂ. وقال عليه السلام من امرئ ينصر مسلما في موضع ينتهك فيه عرضه وتستحل حرمته, ഏതെങ്കിലും, അപ്പം മൂന്നാമത്തെ ഹദീസാ പറയുന്നത്, ഏതൊരു മുസ്ലിമാവട്ടെ ഒരു മുസ്ലിമിനെ സഹായിക്കുന്നു എവിടെ, ഫീ മോളി യുൻതഹകു ഫീഹി ഇർളുഹു, ആ മുസ്ലിമായ വ്യക്തിയുടെ അഭിമാനം പറിച്ചു ചീന്തപ്പെടുന്ന സ്ഥാനത്ത്. അതുപോലെ അവൻ്റെ ഹുറുമത്ത് എന്താക്കും, ഇല്ലാണ്ടായി പോകുന്നു, ചുരുക്കത്തിൽ അപമാനിക്കപ്പെടുന്നു. അങ്ങനെ ഒരാൾ സഹായിച്ചാൽ ഇല്ലാ നസറഹുല്ലാഹു ഫീ മൗത്തിനിൻ യുഹിബ്ബു ഫീഹി നുസ്റത്തുഹു, ഇവനിക്ക് സഹായം പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് അല്ലാഹു തആല അവനെ സഹായിക്കാണ്ട് നിൽക്കൂല. എൻ്റെ പ്രതിഫലം വമാ മിൻ ഇംറിഇൻ യഖ്ദുലു മുസ്ലിമൻ ഫീ മൗദിഇൻ തുൻതഹകു ഫീഹി ഹുർമത്തുഹു, ഒരു മുസ്ലിമായ വ്യക്തിയുടെ ഹുർമത്ത് പറിച്ചു കീറപ്പെടുന്നു അല്ലെങ്കിൽ അപമതിക്കപ്പെടുന്ന സ്ഥാനത്ത് ഇയാളെന്താക്കി, മുസ്ലിമിന് കൈയൊഴിച്ച് ഇല്ല ഖദലഹുല്ലാഹു ഫീ മൗദിഇൻ യുഹിബ്ബു ഫീഹി നുസ്റത്തുഹു, അള്ളാഹിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്ന രംഗത്ത് അല്ലാഹു തആല സഹായം പിൻവലിച്ചു കളയുന്നവർ. ഒരു തഫാലിൻ്റെ സ്ഥലത്ത് വെക്കണം. يا أيها الذين آمنوا آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل. ഒരു കൽപ്പനയാണ് മുഅ്മിനീങ്ങളോട്. എന്താ പറഞ്ഞത്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, റസൂലിൻ്റെ മേൽ ഇറക്കിക്കൊടുത്ത കിതാബ് കൊണ്ട് വിശ്വസിക്കണം, ഖുർആനുള്ളത്. പിന്നെ തങ്ങൾക്ക് മുമ്പിറക്കപ്പെട്ട കിതാബ് കൊണ്ടും വിശ്വസിക്കണം. അപ്പോൾ ഏതായാലും തൗറാത്ത്, ഇൻജീൽ, സബൂർ എല്ലാം വന്ന് എല്ലാം ഇല്ലേ. അപ്പോൾ ഖിതാബുൽ കാഫത്തുൽ മുസ്ലിമീങ്ങളോടാണ് ഇത്, ഈ കൽപ്പന നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒന്ന് ആമിനൂ ബില്ലാഹ്, അല്ലേ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. അതിന് വിശ്വസിച്ചവരല്ലേ നിങ്ങൾ ആമിനൊന്ന് വിളിച്ചേ, അല്ലേ, അവർ വിശ്വാസി ആയിക്കൊണ്ടല്ലേ യായുള്ളതിന് ആമിനെന്ന് വിളിച്ചത്. അതിൻ്റെ അർത്ഥം ഉസുബുത്തു അലൽ ഈമാൻ, ഈമാനെ മേൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനെ വേണം. അതിനെ വർത്താനം പറഞ്ഞോടെ നീയാടെ നിൽക്കുക, ഞാൻ വേഗം പോയിട്ട് പറ്റേന്ന് പറഞ്ഞാൽ അപ്പം നിന്നും കൊണ്ട് തന്നെ അവിടെ ഉള്ളത്. അതാ ഉസുബുത്തു അലൽ ഈമാനി, എന്തുകൊണ്ടല്ല ഈമാൻ ബിദാലിക, ഈ മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ, ബില്ലാഹി വറസൂലിഹി, രണ്ട് കിതാബും, അല്ലേ. വദൂമു അലൈഹി, അതും ദായിമയായി നിൽക്കുക, വിട്ടുകളയല്ല. വസ്ദാദു ഫീഹി, എന്നിട്ടോ അതിൽ വർദ്ധിക്കണം. അതായത് ഇൽമുൽ യഖീനാണെങ്കിൽ ഐനുൽ യഖീനാക്കണം, ഐനുൽ യഖീൻ എന്താക്കണം, ഹഖുൽ യഖീനാക്കണം. തുമഇനീനതൻ വയഖീനൻ. വൽ മുറാദു ബിൽ കിതാബിൽ അവ്വൽ, ആദ്യം പറഞ്ഞ കിതാബ് ഏത്, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി എന്ന് പറഞ്ഞ കിതാബ് അൽ ഖുർആൻ, ഖുർആനാണ്. വബിസ്സാനി, രണ്ടാമത്തെ കിതാബില്ല, വൽ കിതാബില്ലദീ അൻസല, അത് തൗറാത്ത് ഇൻജീൽ മാത്രം വെക്കരുത്, ഇറക്കപ്പെട്ട എല്ലാം വൃത്തിക്കൊള്ളുകയാണ്. അതിന് മുമ്പ് ഇറക്കിയിട്ടില്ലേ ഇത്, വമാ ഊതിയ മൂസാ വ ഈസ എന്നുകൊണ്ട്
അതെല്ലാം വിട്ട് ഇതാ അൽ ജിൻസു, ജിൻസ് മുറാദാക്കണം. അൽ മുൻതളിമു ലി ജമീഇൽ കുതുബി സമാവിയ്യ, സമാവിയായ എല്ലാ കിതാബിനും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കണം. അപ്പം എന്താക്കി ഖാസു അമ്മ എന്നാ ഖാസ് വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി ഖാസ് വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ലു അമ്മ. ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിൻ്റെ മലായിക്കത്തിനെ കൊണ്ട്, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട്, മുർസല് കൊണ്ട്, യൗമുൽ ആഖിർ. അപ്പോൾ ഈമാൻ കാര്യത്തിൻ്റെ ഉസൂൽ എത്തണം വന്നിവിടെ ബില്ലാഹി മലായിക്കത്തിഹി കുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ, അഞ്ചെണ്ണം. അപ്പോൾ ഇവിടെ വിട്ടതേത് അള്ളാഹും ഖദർ. അതിനർത്ഥം അതില്ല എന്നർത്ഥത്തിനല്ല. ഐ ബിശൈഇൻ മിൻ ദാലിക എന്നല്ലാണ്ട് എല്ലാം കൊണ്ടും കാഫിറായെന്നല്ല. ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറസൂലിഹി വൽ ഈ അഞ്ച് കൊണ്ടും കാഫിറാണെന്നില്ല, ഏതെങ്കിലും ഒന്ന്. ലിഅന്നൽ കുഫറ ബിബഅദിഹി കുഫറുൻ ബികുല്ലിഹി, ബഅദ് കൊണ്ട് കാഫിറായ കുല്ല് കൊണ്ടും കാഫിറ. അതല്ല പണ്ടേ മുമ്പ് പറഞ്ഞത്. 99 വിശ്വസിച്ചു, ഒന്ന് മാത്രം ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കി, എല്ലാം പോയി. ഇനിപ്പോഴട്ടെ ബില്ലാഹി കഴിഞ്ഞിട്ട് മലായിക്കത്തുണ്ട്. ഈ തർത്തീബ് നോക്കിയിട്ടൊന്ന് ബില്ലാഹി മലായിക്കത്തി വക്കുത്തുബി, കിതാബ് പറഞ്ഞിട്ടാണ് റുസുലി പറയും. ഈ തർത്തീബ് എന്താണ്? ഞാൻ പഴയ കാലത്ത് പറയൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഏറ്റെടുത്ത കിതാബുകൾ മുർസലീങ്ങൾക്ക് എത്തിക്കുന്നു എന്നാ ഒരു അങ്ങനെ തർത്തീബാവില്ലേ? മൂപ്പറെന്താ പറയുന്നത്? വ തഖ്ദീമുൽ മലായിക്കത്തി വൽ കുതുബി അലർ റുസുലി, മുർസലീങ്ങളെക്കാളും മലായിക്കത്തിനെയും കുത്തുബിനെയും മുന്തിച്ചെന്തിനാണ്? ലിയന്നഹും വസായിത്തു ബൈനല്ലാഹി വബൈനർ റസുൽ ഫി ഇൻസാലിൽ കുത്തുബ്, കിതാബിനെ ഇറക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെയും മുർസലീങ്ങളുടെയിലുള്ള രണ്ട് വാസത്തിലാണ് ഇത് മലായിക്കത്തും കുത്തുബും. മലായിക്കത്തിൻ്റെ കൈമൽ എന്താ ഉള്ളത്? കുത്തുബ്. മനസ്സിലായില്ലേ? ഫഖദ് ളല്ല ളലാലം ബഈദാ, അവൻ വിദൂരമായ ദലാലത്തായിരിക്കുന്നു. എന്തിനെ തൊട്ട്? അനിൽ മഖ്സദി, അവൻ്റെ ലക്ഷ്യത്തിനെ തൊട്ട്. ബിഹൈസു ലാ യകാദു യഊദു ഇലാ തരീഖിഹി, അതിൻ്റെ തരീഖിലേക്ക് മടങ്ങി വരാത്ത രീതിയിൽ. അങ്ങനെ ലലാലൻ ഫഖദ് ലല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഫായിദ ആയി. ലലാലൻ ബഈദാന്ന് കൂട്ടി. അപ്പം ലലാലൻ ഒരു മഫ്ഊലും മുത്തലക്കും കൂട്ടി അതിന് സിഫത്ത് എന്താക്കി? ബഈദൻ എന്നും കൊടുത്തു. അത് ഇനി മടങ്ങി വരത്തില്ല. ഖാലൂ അവ്വലു മാ യജിബു അലൽ മർഇ മിൻ ഉമൂരിദ്ദീനി, ഒരു മനുഷ്യൻ്റെ മേലിൽ ആദ്യമായി വാജിബാകുന്ന ദീനിയായ കാര്യങ്ങളിൽ നിന്ന് മഅരിഫത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ മഅരിഫത്താകുന്നു. പഠന തർത്തീബ പറയുന്നു. എങ്ങനെ മഅരിഫത്ത്? ബിദ്ദലീലി വൽ ബുർഹാൻ കൊണ്ടായിരിക്കണം, വെറും തഖ്ലീദ് കൊണ്ട് മതിയാക്കിയാൽ പോരാ. അത് ഖിലാഫുണ്ടല്ലോ, മഹാന്മാരുടെ അടുക്കൽ അത് എടുക്കൂലല്ലോ. അതുകൊണ്ടല്ലേ അഹദുഹ അൽ ഈമാനുൽ മുതഅക്കദ് ബിൽ ബുർഹാൻ അൽ മുതഅയ്യിദ് ബിൽ മുകാശഫത്തി വൽ അയ്യാൻ, തഖ്ലീദ് ഒഴിവാക്കി. ഫഇന്ന ഈമാനൽ മുഖല്ലിദി, അതാ ബിദ്ദലീലി വൽ ബുർഹാനി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഫഇന്ന ഈമാനൽ മുഖല്ലിദി, മുഖല്ലിദിൻ്റെ ഈമാന് വഇൻകാന സഹീഹൻ, അത് സഹീഹാണെന്ന് വെച്ചാലും ആരെടുക്കൽ? ഇന്ദൽ ഇമാമിൽ അഅ്ലമി റളിയല്ലാഹു അൻഹു എടുക്കൽ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അത് മൂപ്പറെ മദ്ഹബിൻ്റെ ഇമാം പറഞ്ഞു. മറ്റുള്ള ഇമാമിങ്ങൾ എടുക്കല്ലേ? തഖ്ലീദ് പറ്റും എപ്പോഴും ജസിം ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞു. ജസമിൻ്റെ മാന എന്താ? ഈ പറഞ്ഞു കൊടുത്ത ആളെ പിൻവലിച്ചാലും ഇവൻ പിൻവലിക്കാൻ തയ്യാറല്ല, അത്ര കണ്ട് ഉറച്ചിട്ടുണ്ടെന്ന്. പല പറിച്ചാലും ബാർപ്പ് ഗുണവുമില്ല. ബാർക്കുമ്പോൾ പലമല്ലേ ബാർത്തത്. എന്നിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ട് പല പറിച്ച് ചാടിയാലും ബാർപ്പ് ഗുണവുമില്ലെങ്കിൽ എന്താക്കി ഉറച്ചെന്ന് മനസ്സിലാക്കാനാ. അതാണ് ജസ്മ്. അല്ലെങ്കിൽ മുള തട്ടുമ്പോഴേക്ക് ബാർപ്പ് അടക്കം വീഴുകയാണെങ്കിൽ 2 ഉറച്ചിട്ടില്ല എന്നല്ലേ ഇത്? ജസ്മില്ല. വക്കീല ജസിം കഫ, അത് നമ്മൾ ജോഹറത്തിൽ വിശാലമായി ഓതിയിട്ടുണ്ട്. ലാകിൻ യകൂന ആസിമൻ, അവൻ ആസിമായി മാറും. ബി തർക്കിൻ നദരി വൽ ഇസ്തിദ്ലാൽ, ഒഴിവാക്കിയ കാരണത്തിൻ്റെ കൊണ്ട് കുറ്റക്കാരനാകും. അപ്പം എന്താ? ഈ നദർ ഇസ്തിദ്ലാൽ എന്നുള്ളത് ഫുറൂഇയാത്തിൽപ്പെട്ടതാണ്. നിസ്കാരം വെച്ചാളാ മതിയായി. നദർ നിസ്കാരം വെച്ചാൽ ആസിമല്ലേ എന്നതുപോലെ. ഫഅവ്വലുൽ അംരി, അതുകൊണ്ട് ആദ്യത്തെ കാര്യം ഹുജ്ജത്ത് വൽ ബുർഹാനാണ് വേണ്ടത്.
സുമ്മൽ മുഷാഹദത്ത് വലിയാൻ അടുത്ത സ്റ്റെപ്പാണ്, അത് മുകളിലെത്തിപ്പോയി. സുമ്മൽ ഫനാ വൻ സിബർ റഹ്മാൻ, റഹ്മാന അല്ലാത്ത എല്ലാത്തിനെ തൊട്ട് ഫനാകാല് മൂന്നാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ഹുജ്ജത്ത് ബുർഹാൻ കൊണ്ട് തുടങ്ങിയിട്ട് മുഷാഹദത്ത് വലിയാനിലേക്ക് എത്തിയത് നടു. ലാസ്റ്റോ റഹ്മാനായ അല്ലാത്ത വേറെ ഒന്നും കാണുന്നില്ല. വാസിലായ പിന്നെ എന്ത് വേണ്ട, ദലീൽ വേണ്ടല്ലോ. ലക്ഷ്യത്തിലെത്തിയ ദലീലിൻ്റെ ആവശ്യമുണ്ടോ? ഒരാൾ ദലീൽ പറഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ പള്ളിയിലേക്കുള്ള വഴി വന്നെടുത്ത് ആ പള്ളിയുടെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ഇവിടെ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ബയ്യടെ ചോദിക്കണ്ടാവും. അതെ, പിന്നെ ഈ മൂന്നാം സ്റ്റേജിൽ കായിനത്തില്ല. ഇന്നല്ലദീന ആമനൂ സുമ്മ കഫറൂ സുമ്മ ആമനൂ സുമ്മ കഫറൂ സുമ്മ ഇസ്ദാദൂ കുഫ്റൻ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും സബീലാ. വിചാരിക്കുന്ന സ്ഥലത്തൊന്നും എത്തുന്നില്ല അല്ലേ? ആമനുമായി വിശ്വസിച്ചു. അതായത് യാനിൽ യഹൂദികൾ ബി മൂസ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു. സുമ്മ കഫറു, പിന്നെ അവർ കാഫറായി ബി ഇബാദത്തിഹിൽ, പിന്നെ പശുക്കുട്ടിയായി ഇല്ലാതെ. പശുക്കുട്ടി കൂക്കുന്ന കണ്ടപ്പോൾ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പിന്നാലെ പോയി. ഇപ്പോൾ മൊബൈൽ ഫോണാട്ടം കിട്ടിയ കാലത്തുണ്ടെങ്കിൽ എന്തായിരിക്കും? പിന്നെ സുമ്മ ആമനു ബഅദ ഔദിഹി ഇലൈഹിം, മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് എന്താക്കി? സാമിലിനെ ചോദ്യം ചെയ്യലും സനമിനെ കളയലും എല്ലാം കൂടെ അവൻ രണ്ടാം പണി എടുക്കേണ്ടി വന്നു. അപ്പം വീണ്ടും വിശ്വസിച്ചു. സുമ്മ കഫറു, പിന്നെ കാഫറായപ്പം ഈസ അലൈഹി സ്വലാമിനെ കൊണ്ടും ഇഞ്ചീൽ കൊണ്ടും കാഫറായി. അപ്പോൾ ആകലും പിരിയില ഇവർക്ക് പണി. സുമ്മസ്ദാദു കുഫ്റ എന്ന് പറഞ്ഞാൽ കുഫർ ഏറിയതെങ്ങനെ? ബി കുഫ്രിഹിം ബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കാഫറായപ്പോൾ ഇല്ലേ? ഇനി ഇവരെ വിട്ടാൻ പറ്റില്ല എന്ന്. അല്ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കാനില്ല എന്ന്. എന്താ? മാദാമു അലാ കുഫ്രിഹിം, ഈ കുഫർമ തന്നെ നിൽക്കുന്ന കാലത്തോളം. എന്നല്ലാണ്ട് തീരെ അവർക്ക് തൗബയില്ല എന്നെല്ലാം അറിയുന്നു. എന്ത് ഓടുന്നുണ്ടപ്പ? വലാ ലിയഹ്ദിഹും സബീലൻ ഐ വലാ ലിയുവഫിഖഹും തരീഖൻ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്കുള്ള തരീഖിന് അവർക്ക് തൗഫീഖില്ല. അതുകൊണ്ട് വലാകിൻ യഖ്ദുലുഹും മുജാസാത്തൻ ലഹും അലാ കുഫ്രിഹിം, കുഫറിൻ്റെ മേലിൽ മുജാസാത്ത് ആയിക്കൊണ്ട് ഖിദ്ലാനാണ് അല്ലാഹു തആല കൊടുക്കുക. അപ്പോൾ ഇത് സാബിഖോ ലാഹിഖോ? ലാഹിഖ്. അതെ. അപ്പം ആ കാഫറായതിന് എന്തുകൊണ്ട് മുജാസാത്ത് ആയിക്കൊണ്ടാണ് ഇവർക്ക് ഖിദ്ലാൻ വന്നത്. ഇനി ഏത് ഹക്ക് കണ്ടാലും വിശ്വസിക്കില്ല. കാരണം കിട്ടിയപ്പം അംഗീകരിച്ചു, വേറൊന്ന് കിട്ടും അടുത്തേക്ക് ചാടി. നമ്മളെ സീറത്തു നബിയിൽ വരും. നിങ്ങളുടെ കാലത്ത് എന്താ ആരാധിച്ചെന്ന് വെച്ചപ്പോൾ ബൈ പോകുമ്പോൾ കുറേ കല്ലെടുക്കും. ഇതിൽ ഏറ്റവും സ്റ്റൈലുള്ള കല്ല് ഇലാഹാക്കിയിട്ട് അവിടെ വെക്കൂ. മറ്റേ കല്ലോ അത് മൂത്തേക്കാൻ നിസ്തഞ്ചാവിനോട് ഉപയോഗിക്കും. എന്നിട്ട് ഇലാഹാക്കി വെച്ച ഈ സാധനം മാറ്റുമ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് അതിനേക്കാണ് സ്റ്റൈലുള്ള ഒരു കല്ല് കിട്ടി ഇതങ്ങ് ചാടിയിട്ട് അത് ഇസ്തിഞ്ചായിലേക്ക് പെടുത്തിയിട്ട് എന്താക്കും? മറ്റേ എടുക്കും. അത് പോയി. അത് അംർ ബിൻ അബ്ബാസിന്റെ ഹദീസിൽ നമ്മുടെ സീറത്തു നബിയിൽ വരും. ഇനി ബശ്ശിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമാ, മുനാഫിഖിനോട് സന്തോഷ വാർത്ത അറിയിക്കണം അല്ലേ? എന്താണ്? അവർക്ക് അദാബുൻ അലീമുണ്ട്. അദാബുൻ അലീമിൻ്റെ സന്തോഷ പേടിപ്പിക്കണമെന്നില്ല അവരുടെ. അവിടെ എന്താക്കി? ബഷറ പ്രയോഗിച്ചു, മൗലിയ അന്തിർ എന്നതിന് പകരം പ്രയോഗിച്ചു തഹക്കുമൻ ബിഹിം, അവർ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. അതെ. ബിഅന്ന ലഹും അദാബൻ അലീമാൻ, അലീമിൻ്റെ അർത്ഥം എന്താ? വജീഅൻ യഖ്ലസു അലമുഹു വവജഹു ഇലാ ഖുലൂബിഹിം, അതിൻ്റെ വേദനയും അതിൻ്റെ ഇതെല്ലാം അവരുടെ കൽബിലേക്ക് തന്നെ എന്താക്കും? തുളച്ചു കയറും. അപ്പോൾ ശാരീരികം മാത്രമല്ല. വഹാദാ യദുല്ലു അല അന്നല്ലാഹ നസലത്ത് ഫിൽ മുനാഫിഖീൻ, മുനാഫിഖിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നറിയിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട്?
വഹും ഖദ് ആമനു ഫിൽ ലാഹിരി, ലാഹിറിൽ വിശ്വസിച്ചിട്ടുണ്ട്, വകഫറു ഫി സിർരി, രഹസ്യത്തിൽ കാഫറുമായിട്ടുണ്ട്. അപ്പോൾ ആമനു സുമ്മ കഫറു എന്ന് പറയാലാ, മറത്തും ബഅദ ഉഖറ, ഓരോ തവണയും. സുമ്മസ്ദാദു, പിന്നെന്താക്കി, ഏറി ബിൽ ഇസ്റാരി അലൽ നിഫാഖുമ്പോ തന്നെ ഉറച്ചു നിന്ന്. അപ്പം ഈ വസ്ബെല്ലാം നോക്കുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞത്? ആമനു സുമ്മ കഫറു, സുമ്മ ആമനു സുമ്മ കഫറു, സുമ്മസ്ദാദു കുഫർ. അത്ര സ്റ്റേജ് പറഞ്ഞ്. ആദ്യ ഈമാന്, പിന്നെ കുഫർ, പിന്നെ ഈമാന്, പിന്നെ കുഫർ, പിന്നെ കുഫർമ തന്നെ ഒരൊറ്റ പോക്ക്, പോക്കും വാഹിദ്. അതന്നെ ഇവിടെ നമുക്ക് ലാഹിൽ വിശ്വസിച്ചു, ബാത്തിൽ കാഫിറായി. അങ്ങനെ മറത്തം ബഅദ ഉഖറ. സുമ്മസ്ദാദു ബിൽ ഇസ്റാറി അലൻ നിഫാഖ് الذين يتخذون الكافرين أولياء من دون المؤمنين. അവരാരാന്നറിയോ? ഹുമുല്ലദീന യത്തഖിദൂനൽ കാഫിരീന, യഹൂദികളെ അവർ പിടിക്കും ഔലിയ കഴിച്ച്. എന്താ ഔലിയ? അഹിബ്ബാ ഫിൽ ഔനി വൻ നുസ്റ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആരെ കൂട്ടൂല? മിൻ ദൂനിൽ മുഅ്മിനീങ്ങളെ അവഗണിച്ച്. ഐ മുതജാവിസീന വിലായത്തുൽ മുഅ്മിനീനൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളെ വിലായത്ത് അവഗണിച്ചിട്ടുണ്ടാക്കും, ഓർ കൂറ് പിടിക്കുന്ന മറ്ററിയാം. വക്കാനു ജുവാലൂനഹും വയഖൂലൂന ലാ യതിമു അംറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതവല്ലഹുൽ യഹൂദ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഒന്നും പൂർത്തിയാകുന്നില്ല, ഓരോ വർഷത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടിങ്ങനെ വന്നേന്ന്, പരാജയങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ യഹൂദികളെ കൂട്ടുപിടിക്കാം. എന്നിട്ട് ചോദിക്കുന്ന, അള്ളാഹു ചോദിക്കുന്നു, അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ അയത്ലബൂന ബിമുവാലാത്തിൽ കഫറത്തി, കുഫാറുകളെ മുവാലാത്ത് ചെയ്ത നല്ല സഹായവും വിജയം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുവ്വത വൽ ഗലബ, വിജയം, മറ്റുള്ളവരെ മറികടക്കൽ. എത്തരത്തിൽ ബഹും അദില്ലാഹു ഫി ഹുക്മില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഹുക്മിൽ ഈ ആരാന്ന് ഇവർക്ക് പിടിച്ച ഔലിയാ ദലീലുകളാണ്, നിസ്സാരന്മാരാണ്. ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, മുഴുവൻ ഇസ്സത്തും അല്ലാഹു തആലാക്കാണ്. എന്നുവെച്ചാൽ തഅലീലുൽ ലിമാ യുഫീദുൽ ഇസ്തിഫ്ഹാമുൽ ഇൻകാരി, ഇൻകാരിയ ഇസ്തിഫാമേദ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സത എന്ന് പറഞ്ഞത് അവർ ആഗ്രഹിക്കുന്നുവോ തേടുന്നുവോ അള്ളാൻ ഉപ്പാനെടുക്കൽ അങ്ങനെയൊക്കെ അതിനുള്ള ഇല്ലത്താണ് ഇത്. ഫൈനൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇസ്സത്തെല്ലാം അള്ളാനെടുക്കലല്ലേ, പിന്നെന്തിനാ കുപ്പാനൊക്കെ പോയി തേടുന്നത്? വഖൈബത്ത് റജാഇ ഫൈന ഇൻഹിസാറ ജമീഇ അഫ്റാദിൽ ഇസ്സത്തി ഫീ ജനാബിഹി ബിഹൈസു ലാ യനാലുഹാ ഇല്ലാ ഔലിയാഉഹു അല്ലദീന കതബല്ലാഹു ലഹുമുൽ ഇസ്സത വൽ ഗലബ. എന്തുകൊണ്ട്? മുഴുവൻ ഇസ്സത്തുകളും അല്ലാഹുവിൽ മുൻഹസ്റാണ്. ഫഇന്നൽ ഇസ്സത ലില്ലാഹി എന്ന് പറഞ്ഞു. ഒന്ന് ഇന്ന കൊണ്ട് തൗക്കീദ്, പിന്നെ അൽ ഇസ്സത്ത് എന്ന് ആ മുബ്തദ, അതായത് ഇന്നൻ്റെ ഇസ്മാണെങ്കിലും അത് മുബ്തദയാണല്ലോ, മുബ്തദ എന്താക്കി? ലില്ലാഹിൽ ഹസ്റാക്കി. അപ്പോൾ ഇസ്സത്തിൻ്റെ അഫ്നാദുകൾ മുഴുവനും അള്ളാഹുൽ എന്താ മുൻഹസ്റാബുക എന്നത് ഇത് ബിഹൈസു ലാ യനാലുഹ ഇല്ലാ ഔലിയാഉഹു, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾക്കല്ലാണ്ട് കിട്ടൂല. അല്ലദീന കതബല്ലാഹു ലഹുമുൽ ഇസ്സത വൽ ഗലബ, ഇസ്സത്തും ഗലബത്തും അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല തീരുമാനിച്ചത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇനി ഇത് ആയത്തിൻ്റെ ബാക്കിയല്ലേ, അടുത്ത ബാക്കി. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. വഖദ് നസ്സല അലൈക്കും, അത് ഹാലാണ് ആ ജുംല, നിങ്ങളുടെ പേരിൽ അല്ലാഹു തആല ഇറക്കി. വൽ ഹാലു അന്നഹു തആല ഖദ് നസ്സല അലൈക്കും ഖബല ഹാദാ, ഇതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ഫിൽ കിതാബി, ഖുർആനുൽ അദീമിൽ, അൽ ഖുർആനുൽ കരീം. എന്താണ്? അൻ ഇദാ സമഅതും ആയാത്തില്ലാഹി, അല്ലാഹുവിൻ്റെ ആയാത്തുകളെ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെ? യുക്ഫറു ബിഹ, അതുകൊണ്ട് കളവാക്കപ്പെടുന്നതും, വയുസ്തഹ്സഉ ബിഹ, അതുകൊണ്ട് പരിഹാസമാക്കപ്പെടുന്നത് കേട്ടാൽ
ആ മജ്‌ലിസിൽ പോയി ഇരിക്കാൻ പാടില്ല. അതിന് ബഹുമാനം കൽപ്പിക്കാതെ ഉണ്ട്. മനസ്സിലാകുന്നില്ല? അന്നുള്ളത് മുഖഫഫത്തുൻ അന്ന ഷൈന ഇറക്കിയത്. അന്നിതാ സമയത്തും ആയാത്തില്ലായി, അള്ളാഹുവിൻ്റെ ആയാത്ത് നിങ്ങൾ കേട്ട്. എങ്ങനെ? ഫീഹി ദലാലത്തുൻ അലാ അന്ന മദാറൽ ഇറാദി അൻഹു ഹുവൽ ഇൽമു ബിഖൗലിഹി ഫീ ആയാത്തില്ല. അവരെ കൂടെ ഇരിക്കാൻ പാടില്ല, അവർ വിഷയം മാറുന്നത് വരെയും അവിടെ പോയി ഇരിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു വന്നത്. അതിൻ്റെ മദാർ എന്താണ്? അള്ളാഹുവിൻ്റെ ആയാത്തിൽ എന്താക്കണം, അവർ ആവശ്യമില്ലാതെ കൈ കടത്തുന്നതിനെ പറ്റിയുള്ള അറിവാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അല്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകൾക്ക് എന്താ ആവശ്യമായ ഈമാനും അതിൻ്റെ തഅലീമും കൽപ്പിക്കപ്പെടാത്തത് കേട്ടാൽ, കേൾക്കൽ എന്ന് പറഞ്ഞാൽ അറിയലാണ്, അറിയലാണ് അവിടെ ഉദ്ദേശം, കേൾക്കണമെന്നില്ല. ബിഖൗലിഹിം ഫി ആയാത്തില്ലാഹി താറത്തൻ എങ്ങനെയാണ്? ബിർറുഇയത്തി വഖറാ ബിസ്സമായി, ഒന്നെങ്കിൽ കാണൽ കൊണ്ടോ അല്ലെങ്കിൽ കേൾക്കൽ കൊണ്ടോ. ചുരുക്കത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ അറിവ് കിട്ടുക എന്നതാണ് നമ്മളെ ഉദ്ദേശം. യുക്ഫറു ബിഹാ, അതുകൊണ്ട് കളവാക്കപ്പെടുന്നുണ്ട്. വയസ്തഹ്സഉ ബിഹാ, അതുകൊണ്ട് പരിഹസിക്കപ്പെടുന്നുണ്ട്. യുക്ഫറു ബിഹാ അഹദുൻ ഔ യസ്തഹ്സിഉ ബിഹാ, ആരെങ്കിലും അതിനോട് പരിഹാസമാണ്. ഫലാ തഖഉദു മഅഹു, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അല്ല, ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അതല്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് അവർ പ്രവേശിക്കട്ടെ. അന്നേരം വിഷയം മാറിയല്ലോ. അല്ല, ഹത്താ തഹദ്ദസു ഫീ ഹദീസിൻ ഗൈറിൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത വേറെന്തെങ്കിലും വിഷയം പറയുമ്പോൾ والمعنى أنه تجوز مجالستهم عند قولهم وشروع في غير الكفر. കുഫർ അല്ലാത്ത വിഷയങ്ങളിൽ അവർ ഏർപ്പെടുകയോ പ്രവേശിക്കുകയോ ചെയ്താൽ മുജാലസ ജായിസാണ്, അതിന് കിട്ടും. വൽ മുറാദു ബിൽ ഇറാദി, ഇറാദ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖിയാമു അൻ മജാലിസി, മജ്‌ലിസ് എണീച്ചു പോക്കന്നെ. അവിടെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ അത് പോകാതിരിക്കൽ തന്നെ. ലാ ഇറാദു ബിൽ ഖൽബി ഔ ബിൽ വജ്ഹി ഫഖത്ത്, കൽബ് കൊണ്ട് അല്ലെങ്കിൽ വജ്ഹ് കൊണ്ട് ഇറാദ് മാത്രം പോരാ, എണീച്ചു പോകേണ്ട അവിടെ എന്ന് പറഞ്ഞു. ഞാനവിടെ ഇരിക്കുന്നുണ്ട്, കൽബ് കൊണ്ട് വെറുപ്പുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ വിടൂല. അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഖം കൊണ്ട് കൊടുക്കുന്നില്ല, നമ്മ ഇങ്ങനെ നോക്കുന്നു. എണീച്ചു പോക്കന്നെ. അവൻ ജസദ് അടക്കം പോണോ, എണീച്ചു പോണോ. ഇന്നക്കും, എന്തുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ ഇന്നക്കും ഇതം മിസ്ലുഹും. പണ്ട് കോളേജിലുണ്ടാവും ചിലർ കൂക്കും പൊളി. ഏത് സമയം ആയത്തോന്നിട്ട് കനന്താഴ്ച പറഞ്ഞാണ് പറയുമ്പോൾ ഒരു പ്രയാസമാക്കിയിട്ട് കൂക്കലും പൊളി. ഞാനവിടെ നെരിയണിക്കുമ്പോൾ എണീച്ചോന്നില്ല. ഈ മതിൽക്കാരൻ പങ്കെടുക്കാൻ പോണം അല്ല പറയുന്നുണ്ട്. ഞാനീ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു ഇല്ലാന്നും വരും. നിങ്ങളെ സ്നേഹം എല്ലാം ഇവിടെ വിലയല്ല. ഈ മതിൽസിരിക്കാൻ പോണം അല്ല പറയുന്നുണ്ട് ആയത്തോതി. ഞാൻ നാളെ മുലർക്കൊന്നുമില്ല, ഞാൻ പഠിക്കുന്ന ആളാണ്. അതോടുകൂടി അവസാനിച്ചു പോയത്. കുറച്ചുകൂട്ട് പറഞ്ഞ് ഉസ്താദുമാരൊന്നും മനസ്സിലല്ല. ആ വഖത്തിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഇന്നക്കും ഇൻ ഫഅൽതുമൂഹു കുൻതും മിസ്ലഹും, അപ്രകാരം ചെയ്താൽ നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടാണ്. മിസ്ലുൽ യഹൂദി ഫിൽ കുഫർ, അതായത് മിസ്ലഹും എന്ന് പറഞ്ഞാൽ മിസ്ലുൽ യഹൂദ്, യഹൂദികളെ പോലെ. മിസ്ലഹുന്റെ ലമീറ പറഞ്ഞ് ലമീർ അല്ലാഹിറാക്കി യഹൂദികളെ പോലെ. എന്തിൽ പോലെ? ഫിൽ കുഫറിന്റെ വിഷയത്തിൽ. അതാണ് വജ്ഹു ശബഹ്. വസ്തിത്ബാഇൽ അദാബ്, അദാബിനെ അത് താബിയാക്കുകയും ചെയ്യും. അതിൽ നിങ്ങൾക്ക് കൂറുണ്ട്. കാരണം ഫഇന്ന റിളാ ബിൽ കുഫ്രി കുഫ്റുൻ. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ യഅനി അൽ ഖാഇദീന വൽ മഖ്ഊദ മഅഹും മുശ്തരികൂന ഫിൽ അദാബ് എന്നാ പറഞ്ഞു. മുനാഫിഖീങ്ങളെയും കാഫിരീങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് മുട്ടും ജഹന്നമിൽ എന്ന് പറഞ്ഞാലോ അൽ ഖാഇദീന, അവിടെ പോയി ഇരുന്നോറ്. ഇത് കേൾക്കാൻ വേണ്ടി. അപ്പം നബിതങ്ങളെയും മറ്റും കുറ്റം പറയുന്ന മുത്തക്കബീറും ജബ്ബാറിൻ്റെ യോഗത്തിൽ പങ്കെടുത്തിട്ട് വിജയിപ്പിക്കാൻ പാടില്ല എന്ന് കിട്ടും. അള്ളാഹിൻ്റെ ആയാത്തിനെയും ഹക്കാമിനെയും വളച്ചൊടിക്കുകയും
സലഫ് സാലിഹ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ചില ആളെ ജനസംഖ്യ കൂട്ടിയിട്ട് വലിയ സഹായിക്കലാന്ന് ഒരായത്താന്ന് ഇപ്പോൾ അരീസാന്ന് ഇപ്പോൾ അവിടെ ദീന പറയുന്നു. പിന്നെ പരിഹാസം കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയാവുന്നു. ഖായിദീങ്ങളെയും ഉദ്ദേശിച്ച് വൽ മഖ്ഊദ് മഅഹും ആരെ കൂടെയാണോ ഇവർ പോയിരുന്നത് മുശ്രിക്കൂൻ അവർ അദാബിൽ പങ്കാളികളാണ്. വഅലം അന്നൽ ഇത്ലാഫ ഹാഹുനാ നതീജതു തആറുഫിൽ അർവാഹി ഹുനാക. ഇവിടെ എന്താണ് ഒരുമിച്ച് കൂടുന്നത്? അത് ആലമുൽ അർവാഹിൽ പരസ്പരം തആറുഫായതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നതെന്നാണ് പറയുന്നത്. അൽ അർവാഹ് ജുനൂദും മുജന്നദ. അർവാഹ് ഒറ്റപ്പെട്ടതല്ല, ജുനൂദാണ്. മുന്തിരിങ്ങനെ ഒരു കൊല എടുത്താൽ അതെന്താന്ന് ഒറ്റപ്പെട്ടല്ലല്ല. ആ കൂടിയ ആ മജ്മൂ ഉണ്ടല്ലോ, ആ മജ്മൂഇൻ്റെ ഇത് ഒരു കൂട്ടുണ്ടാവും. കൂട്ടമായി തന്നെ നമ്മൾ പണ്ടേ പറയലേ, കൂട്ടം എന്ന് പറയുമ്പോൾ ഒന്നിലധികം വേണ്ടേ. ആ കൂട്ടം വന്നിട്ട് ആ കൂട്ടം ഒരു സെറ്റാക്കിയിട്ട് കുറേ കൂട്ടങ്ങൾ ഉണ്ടാക്കാം. കൂട്ടമായിട്ട് അല്ല അർവാഹ് ജുനൂദും മുജന്നദ. അപ്പോൾ അവിടുന്ന് പരിചയമുള്ള അർവാഹ് എന്താക്കും? ഇവിടെ വന്നിട്ടുണ്ട് പരിചയപ്പെടും. അവിടുന്ന് അർവാഹുമായിട്ട് പരിചയമില്ലേ എന്നാൽ ഇവിടെ വന്നാൽ കൊല്ലങ്ങളോളം ഒന്നിച്ച് കൂടിയാലും ഒക്കെ ബെഞ്ചിലിരുന്നാലും യാത്ര ചെയ്താലും ഒരു ലോകിയം ഉണ്ടാവില്ല, ഒന്നൊരു ബന്ധം ഉണ്ടാവില്ല, അകന്നു. അപ്പോൾ ഇവർ അള്ളാനെ പരിഹസിക്കുന്ന കബീലയിൽ പോയി നിൽക്കുമ്പോൾ ഓരോട് പണ്ടേ ബന്ധം ഉണ്ടെന്ന് ഇപ്പോൾ തിരിച്ചു മനസ്സിലാക്കുന്നില്ല. അന്നൽ ഇഖ്തിലാഫ് ഹാഹുന, ഹൗനച്ച ദുനിയാവിൽ വെച്ച്, ഇഖ്തിലാഫ് നതീജത്തു തആറുഫിൽ അർവാഹി ഹുനാക്. അവിടെ ലിഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം അൽ അർവാഹു ജുനൂദും മുജന്നദ. ഇത് അല്ല, ഓരോന്നിനും ഖബീസായ അർവാഹ് ഉണ്ടാകും. അർവാഹിൽ ഫീ നഫ്സിൻ താഹിറാണ്. പക്ഷെ ചിലതിനെന്തുണ്ടാക്കും? ഹബായിസ് പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകും, ചിലതിന് അതിനോട് വെറുപ്പുള്ള അർവാഹുകളുണ്ടാകും. അത് റാസിയിൽ വിശാലമായി പറയുന്നുണ്ട്. ذكر أن الله تعالى أوحى إلى يوشع بن نون عليه السلام ിലേക്ക് എന്താക്കി വഹി അറിയിച്ചു. ഒരു നബിയാണല്ലോ. ഇന്നി മുഹലിക്കും മിൻ ഖൗമിക 40 അൽഫൻ മിൻ ഖിയാരിഹിം. നിങ്ങളെ കൗമിൽ നിന്ന് സജ്ജനങ്ങളിൽ നിന്ന് തന്നെ എന്താക്കും? 40,000 ഹലാക്കാക്കുന്നു. ഇതിപ്പോൾ ഇത്ര വലിയ എന്താ പറ്റി? 60 അൽഫൻ മിൻ ശിറാറി, 60,000 ഷർറിൻ്റെ കൂട്ടത്തിൽ നിന്നും ഹലാക്കാക്കും. അപ്പോൾ 1,00,000 പൂർത്തി അല്ലേ? ഫഖാല യാ റബ്ബി ഹൗലാഇൽ അശ്റാർ. അശ്റാർ ശിക്ഷിക്കണമെന്ന് നമുക്ക് അറിയാം. പക്ഷെ ബാലുള്ള അഖിയാർ 40,000 എന്നുണ്ട്. കാല ഇന്നഹും ലൻ യഗ്ലബൂ ലിഗ്ലബി. ഞാൻ ദേഷ്യം പിടിച്ച കാര്യത്തിന് ഇവർക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? ഇവർ ഫീനഫ്സ് നല്ല ആളെന്നെ, പക്ഷെ അള്ളാഹു ദേഷ്യം പിടിച്ചതിന് ഇവർ ദേഷ്യം ഉണ്ടായിട്ടില്ല. വാക്കലൂഹും വശാറബഹും, തിന്തലും കുടിക്കലൊക്കെ ഒന്നിച്ചാണ്. വാക്കലൂഹും ചൊന്നിച്ചു തിന്നു, വശാറബഹും. ഫുജാർ. അപ്പൊ ഫുജാരൻ, അത് ഹദീസടത്തുന്നു, ഫുജാറിന്റെ സുഹബത്ത് കൊണ്ട് ഒരാൾക്ക് ബലാലാക്കപ്പെട്ടാൽ ഫീ സഫർ, ചിലപ്പോൾ ആ യാത്രയിലുണ്ടാകും. ദിൽ ഹജ്ജിനോ ഖസ്ബിനൊക്കെ പോകുമ്പോൾ യാത്രയൊക്കെ ഉണ്ടാവില്ലേ, ലാ യത്റുകു ത്വാഅത ബി സുഹബത്തിഹിം. അവരുടെ സുഹബത്തും താഴത്ത് ഒഴിവാക്കാൻ പാടില്ല. ഇവനായിട്ട് നിന്നോ, ഇവൻ ചെല്ലുന്നത് പോകുന്നതും ചെയ്യേണ്ടെല്ലാം കൃത്യമായി ഓർക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടത്തിൽ നല്ല ആളുകളുണ്ടല്ലോ, അത് വേണ്ട. എന്നാൽ പിന്നെ നമുക്ക് ഒപ്പിച്ച് ഒന്നും നന്നായിക്കൂടെ? അന്ന് വൺ വേ ട്രാഫിക്ക് മാത്രം എന്തായി? ലാകിൻ യക്റഹു ബിഖൽബിഹി വലാ യർളാ ബിഹി. കൽബ് കൊണ്ട് വെറുക്കുക, അതുകൊണ്ട് പൊരുത്തപ്പെടാൻ പാടില്ല. ഫലഅന്നൽ ഫാസിഖ യതൂബു ബിബറകതി കറാഹത്തി കൽബിഹി. ഇവന്റെ കൽബിന്റെ വെറുപ്പ് കൊണ്ടെന്താക്കും? ഒരു ഫാസിഖ് തൗബ ചെയ്യാനും സാധ്യത ഉണ്ടെന്നാണ്. അല്ല, വമൻ ദുഇയ ഇലാ ളിയാഫത്തിൻ, ഒരു ളിയാഫത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഫവജദ സമ്മ ലഅബൻ ഔ ഗനാഅൻ, അവിടെ കളിയോ പാട്ട് കച്ചേരിയോ മറ്റൊന്ന് കണ്ടാൽ, യഖുഉദു ഇൻ കാന ഗൈറ ഖുദുവത്തിൻ, ഇവൻ തുടരപ്പെടുന്ന ആളല്ലെങ്കിൽ അടിയിരിക്കും. തുടരപ്പെടുന്ന ആളാണെങ്കിൽ അയാൾ പോയി നിന്ന് തെളിവാക്കും.
അവിടെ ഞാനും തങ്ങും കൂടി എതിർക്കുന്ന മംഗലത്തിൽ കയറാണ്ട് അങ്ങനെ ഒറ്റ ഇത് തന്നെയാന്ന് മംഗലപ്പുറം ഇത് തന്നെയാന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ പാട്ടിൻ്റെ സ്റ്റേജിൻ്റെ അവിടെ നിന്നില്ല ഒക്കെ തന്നെ ഇതന്നെയാണ്. ഇപ്പം ഇതന്നെ മംഗലപ്പുരം നമുക്ക് അറിഞ്ഞൂടെ. അവനവിടെ ഇങ്ങനെ കൊണ്ടാണ് അവിടെ അത്ര തങ്ങന്മാർ വന്നിട്ട് മൂലൊക്കെ ദ്വാരന്നിട്ട് പോയി ഇങ്ങൊക്കെ മറ്റു എത്ര മസാല വന്നിന്. അവിടെ എന്താ പറ്റിയ കുതുബത്തായ ആളെ ചെയ്തപ്പോൾ ഹുജ്ജത്താക്കും. കയ്യൊക്കെ തടയുക അല്ലെങ്കിൽ അടിമങ്ങുക. എന്താ വൈകാന കുതുബത്തൻ ഇയാൾ തുടരപ്പെടുന്ന ഒരാളാണെങ്കിൽ കാദി മുഫ്തി പോലത്താണ് നഹ്വഹുമ യംനഉ വയഖഉദു തടയുക തടയിക്കുക. ഫൈൻ നജസ ഖറജ അതിന് സാധ്യമല്ലെങ്കിൽ ഉടനെ സ്ഥലം പോകുക. വൈൻ കാന ദാലിക അലൽ മാഇദതി ഔ കാനു യശ്റബൂനൽ ഖംറ ഖറജ ഒരു മായിദ എന്നിട്ടോ അവിടെ എന്താക്കുന്നത് കള്ളുകൂടിയുണ്ട് എന്താക്കണം പങ്കെടുക്കാതെ പിരിഞ്ഞു പോവുക. വൈലം ഞക്കും കുതുബത്തൻ കുതുബത്തായാലും അല്ലെങ്കിലും വൈനലിമ കബിലൽ ഹുദൂരി ലാ യഹ്ലുറു ഫിൽ വുജൂഹി കുല്ലിഹാ ഇത് ഹുദൂറിൻ്റെ ഇത് പോയപ്പം കാണുന്നതാണ്. ആദ്യം തന്നെ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാലോ പോയേ വേണ്ട. ഇതാ വൈനലിമ കബിലൽ ഹുദൂർ നേരത്തെ ഹാജറായിട്ട് എത്തിയ അവസ്ഥക്കാവി പറയുന്നു. അതാതില്ല പറഞ്ഞേ ഒമൻ ദ്വയ്യല്ല തടയണോ. പിന്നെ ഇവിടെ വെക്കുന്ന ആ മുനാഫിഖുകളുടെ വസ്ഫയിൽ പറയുന്നത് അല്ലദീന യതറബ്ബസൂന ബിക്കും ആ മുനാഫിഖീങ്ങൾ ഹുമുല്ലദീന യന്തളിറൂന വഖൂഇ അംദില്ലക്കും നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വരുന്നുണ്ട് എന്നവർ കാത്തിക്കും. എന്തവർക്ക് വന്നേ വിജയമാണോ എന്നവർ ഒരു നയമുണ്ട്, പരാജയമാണോ അതിന് മറ്റൊരു നയമുണ്ട്. അത് പുലർത്താൻ വേണ്ടി അതിങ്ങനെ ആരോഞ്ഞോണ്ടിരിക്കും. എന്താന്ന് അത് ആ യതറബ്ബസൂനെന്ന് ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹ് അള്ളാന്റെ പക്കൽ നിന്ന് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് വിജയം വന്ന് നോക്ക്. ഫറുൻ വദൗലത്തുൻ വഗനീമത്തുൻ ആ മുമ്പ് ഒരു വോട്ട് പറഞ്ഞില്ലേ ഇത് അപകടം പറ്റാൻ പഠിച്ചവൻ നമ്മളെ കാത്ത് അല്ലെങ്കിൽ നമുക്കും കിട്ടുമായിരുന്നു. ഇനി ഗനീമത്തെല്ലാം കിട്ടിയെങ്കിൽ പഠിച്ചവനെ അത് പോയ ജാലയത്തെ ബൈനിയോ ബൈനൊന്നുമില്ല. അതെ ഖാലൂ അവർ പറയും ലക്കും നിങ്ങളോട് അലം നകും മഅകും നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ നമുക്ക് ആനുകൂല്യം കിട്ടണ്ടേ. അലാ ദീനിക്കും മുളാഹിദീന ലക്കും നിങ്ങളെ സഹായിക്കുന്നവരായ ദീനുമല്ലേ. അവിടെ ഫാസ്ഹിമു ലനാ ഫീമാ ഗനീതും ഗനീമത്തിൻ്റെ ഒരു ഓഹരി നമുക്കും തരണമെന്ന് പറഞ്ഞു. വഇൻ കാന ലിൽ കാഫിരീന നസീബുൻ കാഫിരീങ്ങൾക്ക് നസീബ് കിട്ടിയാലോ ളുഹൂറൻ അൽ മുസ്ലിമീങ്ങൾക്ക് മേലി ഖാലൂ അവർ പറയും കുഫാറുകളോട് അലം നസ്തഹ്ബിദ് അലൈക്കും അലം നഗ്ലിബുക്കും വനുമക്കിൻ മിൻ ഖത്ലിക്കും വഅസ്രിക്കും ഫഅബ്ഖൈനാ അലൈക്കും നമ്മളെന്താക്കുന്നു ആരോടെ വന്ന് കുഫാറുകളോട് അലം നസ്തഹ്ബിദ് അലൈക്കും അലം നഗ്ലിബുക്കും നമ്മൾ നിങ്ങളെ ഗാലിബാക്കി അല്ല പിന്നെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും ഫഅബ്ഖൈനാലൈക്കും വനംനഅക്കും മിനൽ മുഅ്മിനീൻ അങ്ങനെ മുഅ്മിനീങ്ങളെ തൊട്ട് നമ്മൾ തടഞ്ഞിട്ടുണ്ട്. ബിഅൻ സബ്ബത്നാഹും അൻകും വതവാലൈനാ ഫീ മുലാഹറതിഹിം അലൈക്കും നിങ്ങൾക്കെതിരെ മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ ലേശം പിന്തിരിഞ്ഞിട്ടുണ്ട്. വഇല്ലാ ലകുൻതും നഹബത്തൽ ലിന്നബായിബ് അല്ലെങ്കിൽ എന്താക്കുന്നറിയോ നമ്മൾ ഈ അപകടത്തിന് ഒരു ആളായി മാറുമല്ലോ. ദീദിയെ അർത്ഥം വരുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതോടെ ഫഹാത്തു നസീബം മിമ്മ അസബത്തും നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നുള്ള ഒരു നസീബ് ഞമ്മക്ക് കൊണ്ടാണ്. അപ്പോൾ രണ്ട് കക്ഷിയിലൂടെ എന്താക്കും ഈ ഏജന്റുമാരെ മാതിരി വിൽക്കുന്നവരോടും കമ്മീഷൻ വാങ്ങും വാങ്ങുന്നവരോടും കമ്മീഷൻ വാങ്ങും. ഫല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമത്തി ബൈനൽ മുഅ്മിനീന വൽ മുനാഫിഖീന ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിധി കൽപ്പിക്കും. യഹ്കുമു ഹുക്മൻ യലീഖു ബിശൈനി കുല്ലി മിൻകും മിനൽ സവാബി വൽ ഇഖാബ്
ഓരോരുത്തർക്കും അനുയോജ്യമായ സവാബാണോ കൊടുക്കേണ്ടത്, ഇഖാബാണോ കൊടുക്കേണ്ടത് എന്ന വിധി ഖിയാമത്ത് നാളിൽ വരും. വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകൾക്ക് കൊടുത്തിട്ടില്ല മുഅ്മിനീങ്ങൾക്കെതിരെ ഒരു സബീലും ദുഹൂറൻ യൗമൽ ഖിയാമ. അത് ഖിയാമത്ത് നാളിൽ ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുഫാറുകൾക്ക് വിജയം ഉണ്ടാവില്ല. ഇവിടെ ഭൗതികമായ കാലത്ത് എന്തുണ്ടാകും? താൽക്കാലികമായി. കമാ ഖദ് യജഅലു ദാലിക ഫിദ്ദുന്യ, ചിലപ്പോൾ ദുന്യാവിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ അത് ബി തരീഖിൽ ഇബ്തിലാഇ വൽ ഇസ്തിദ്റാജ്. ഇബ്തിലാൻ്റെ തരീഖ്, അവിടെ ഇബ്തിലാൻ്റെ തരീഖായിരിക്കും മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, ഇസ്തിദ്റാജായിരിക്കും മറ്റൊരു കുടുക്കി വലിക്കല്. അത് രണ്ടും രണ്ടാന്ന്. ഇനി വഅമ്മ ഇൻ കാനൽ മാന സബീലൻ ഫിദ്ദുന്യ. അപ്പം ഇവിടെ ഖിയാമത്ത് നാളിലല്ലേ ഇപ്പം പറഞ്ഞ സബീലെന്ന്, അത് ദുന്യാവിൽ തന്നെ വെച്ചാൽ എന്താ കേസെന്ന് വയ്ക്കുന്നു. ദുന്യാവിൽ തന്നെ കുഫാറിന് മുഅ്മിനീങ്ങളെ പേരിൽ സബീലില്ല, അങ്ങനെ അനുഭവത്തിന് അതിലില്ല. അതാ വയ്ക്കുന്നത്. ഫയുറാദു ബിസ്സബീലിൽ ഹുജ്ജ. അപ്പം സബീലിൻ്റെ മാനമാകും ഹുജ്ജത്ത് എന്നാണ്. അതായത് മുഅ്മിനീങ്ങളെ ജയിച്ചടക്കാൻ, ഹുജ്ജത്ത് കൊണ്ട് ജയിച്ചടക്കാൻ കുഫാറിന് സാധിക്കൂല എന്നാ പറഞ്ഞർത്ഥം. അഥവാ ജയിച്ചടച്ചെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് തന്നെ മറുപടി അറിയാത്തത് കൊണ്ടോ നമുക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടോ പെൻഷനാണ്. ഹജ്ജത്തുൽ മുസ്ലിമീന ഗാലിബത്തുൻ അലാ ഹുജ്ജത്തിൽ കുൽ. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളുടെ ഹുജ്ജത്ത് എല്ലാ ഹുജ്ജത്തിനേക്കും മറികടക്കും. വലൈസ ലി അഹദിൻ അൻ യഗ്ലിബഹും ബിൽ ഹുജ്ജ. അതുകൊണ്ട് കുഫാറിന് ഹുജ്ജത്ത് കൊണ്ട് മുഅ്മിനീങ്ങളെ മറികടക്കാൻ കഴിയൂല. അപ്പോൾ സബീലിന് രണ്ടർത്ഥം കൊടുത്തത്. വഖദ് അൽ ബാത്തിലു യഫൂറു സുമ്മ യഖൂറു. ബാത്തിൽ എന്നുള്ളത് എന്താവുന്നറിയോ? ഒന്നിങ്ങനെ പൊങ്ങും, പിന്നെ അങ്ങനെ തന്നെ പാക്കാണ്. ഈ ജാതകമ പൊടിക്കുന്നതാണെന്നില്ല, ഗെയിമിലിങ്ങനെ വെച്ച് ചക 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 ഒട്ടു എന്നുകൊണ്ട് കേട്ടാൽ പിന്നെ സാധനമേ കാണാനില്ല. അപ്പോൾ ഈ ചക 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 കൊണ്ടാണ് യഫൂറു. പിന്നെ പൊട്ടിയ സാധനമില്ല, ഒന്നുമില്ല, വെണ്ണീര് മാത്രമുണ്ട്. ഇതാണ് ഇത് സുമ്മ യഖൂറു. فعلى المؤمن الشرف علو الهمة في الدين وفي تحصيل علم اليقين. അതുകൊണ്ട് മുഅ്മിനിൻ്റെ കടമ എന്താണ്? ദീനിൽ ഉലുവുൽ ഹിമ്മത്ത് കരസ്ഥമാക്കുക, അതുപോലെ ഇൽമുൽ യഖീൻ കരസ്ഥമാക്കുക. ഇനി മുനാഫിക്ക് ഇങ്ങനെ ചെറിയ ദുസ്വഭാവങ്ങൾ പറയും. നമുക്ക് അവിടെ നിർത്താൻ എനിക്ക് മടിച്ചോണ്ടാ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. അതാ മുനാഫിഖീങ്ങൾ അല്ലാഹനെ തോപ്പിക്കുന്നതെന്ന് പണ്ട് എന്ന് സൂറത്തുൽ ബഖറാന്റെ തുടക്കത്തിലുണ്ട്. അത് തന്നെയോട് യഫ്അലൂന മാ യഫ്അലുൽ മുഖാദിഉ. തോപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണിയാണ്. അവരും വിചാരിക്കെന്താന്ന്? അള്ളാഹ് തോറ്റുന്നതാണ്. എന്താ? മിൻ ഇൽഹാരൽ ഈമാനി വൈബത്താനൽ കുഫർ. കുഫർ മറച്ചു വെക്കുകയും ഈമാനെ വെളിപ്പെടുത്തുകയും ചെയ്യുക. അത് മറ്റൊരു ചതിയിപ്പെട്ടു എന്ന് തോന്നും. എന്നാൽ വഹുവ ഖാദിഉഹും, അള്ളാഹു തോപ്പിക്കുന്ന അർത്ഥം കൊടുക്കേണ്ടത് അല്ല. ഫാഇലും ബിഹിം മാ യഫ്അലുൽ ഗാലിബു ഫിൽ ഖിദാഅ. ഖിദാഇൽ എന്താണോ കിട്ടൽ അത് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്നു. അതപ്പോൾ ഈന പറയുന്നത് മുജാനസത്ത് എന്ന് പറയും. ലഫ്ദിൽ പ്രയോഗം, മായനയിൽ മാറ്റം. ഹൈസു തറക്കഹും ഫി ദുന്യ. ദുന്യാവിൽ അവർ ഉപേക്ഷിച്ചു. മാസോമിദ്ദിമായി വല്ലംവാൽ, അവരുടെ രക്തവും അവരുടെ സമ്പത്തും കാക്കപ്പെട്ടവരായിട്ട് വിടുന്നു. അപ്പോൾ ഇവർക്ക് തോന്നല എന്നാണ് അള്ളാഹ് തോറ്റിട്ടുണ്ട്. വഅഅദ്ദ ലഹും ഫിൽ ആഖിറതി ദർകൽ അസ്ഫല മിനൻ നാർ. പരലോകത്ത് നരകത്തിൻ്റെ അടിത്തട്ട് അള്ളാഹു തആല തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. വഹുവ ഖാദിഉഹും. ഇനി മുനാഫിക്കിനുള്ള മറ്റൊരു തെളിവെന്താണ്? തീരെ ആരിക്കുസല്ലാത്ത നിക്കരിക്കില്ല എന്നല്ല, നിക്കാത്തിനോട് പ്രതിപത്തിയില്ല. മജൂത്തും വേണ്ട, ഇതും വേണ്ട, ഫാത്തിഹ എങ്ങനെ കണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ടുള്ളതാ. സൂറത്തും ഉണ്ടാവില്ല. പിന്നെ ജഹരിയാസ്കാത്തി സൂറത്തും സ്ഥിതിയിലൊന്നുമില്ല. അതാ വൈദാ കാമു ഇലസ്വലാത്തി കാമു കുസാനാന്ന് പറഞ്ഞു. നിക്കരിക്കാന്ന് എന്നാൽ മടിയന്മാരായിട്ട് നിൽക്കും, തീരെ നിക്കരിക്കൂല എന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മുനാഫിക്കിൻ്റെ നിക്കാറ് നമുക്ക് പറ്റൂല. അത് മുത്തസാഖലീന മുത്തക്കായിസീന.
അതിനെ തൊട്ടിട്ട് വല്ലാത്തൊരു ഭാരം, ആകെ പണ്ട് 2-3 മിനിറ്റ് ആയിരിക്കും, എന്നാലും മല കയറും പോലത്തെ പ്രയാസം ഉണ്ടാകും. അതിനെ തൊട്ട് വൈമനസ്യം കമാ തറ മൻ യഫ്അലു ശൈഅൻ അൻ കൂർഹിൻ. അതെന്താണെന്നറിയോ? പ്രയാസം അനുഭവിച്ചിട്ട് വെറുപ്പോട് കൂടി ഒരു കാര്യം ചെയ്യുന്ന ആളമല്ല. അൻ തീബിൻ നഫ്സിൻ, തീബിൻ നഫ്സോട് കൂടി എല്ലാ സംഗതി ചെയ്യുന്നു. 5 മിനിറ്റ് കൊണ്ട് അതാത് ചെയ്യുന്നില്ലേ? ഒരാളെ തോർത്ത് നമുക്ക് അതാത് ചെയ്യുന്നു. ഇതിലൂടെ ആകെ വൃത്തിയിൽ കുത്തുബിത്തങ്ങളുടെ മുടച്ചാൽ 20 മിനിറ്റാണ് ആകെ അതാതിനെടുത്തത്. അപ്പൊ തീബിൻ നഫ്സ് ഇല്ലാണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ആള് പറയില്ല എനിക്കിച്ചിട്ടില്ലാന്ന്, അല്ല കൊമ്പട്ടി പറയില്ല എന്നാ അതാ തോന്നിയിട്ടില്ലാന്ന് അറിയാം. യുറാഊനന്നാസ, അവർ ജനങ്ങളോട് റിയാകാണ്. യഖ്സിദൂന ബി സ്വലാത്തിഹിം റിയാ വസ്സുൻആ, കാണിക്കലും കേൾപ്പിക്കലും മാത്രമാണ് അത് ലക്ഷ്യം, ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, കുറഞ്ഞല്ലാണ്ട് അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലൂല. കാരണം ഇതിൽ മുറാഇ ലാ യഫ്അലു ഇല്ലാ ബി ഹദ്റത്തി മൻ യുറാഇഹി, അത് കാണാനുള്ള ആളില്ലാഞ്ഞാലേ ഒന്നും ചെയ്യൂല. വഹകദാ തറാ കസീറൻ മിനൽ മുതദാഹിരീന ബിൽ ഇസ്ലാം കൊണ്ട് പ്രകടനം നടത്തുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ കാണാം. ലൗ സഹിബത്തഹുൽ അയാമ വല്ലയാലിയ, രാവും പകലും എന്ന് സുഹബത്ത് എട്ടി നോക്കെല്ലാം തസ്മഉ മിൻഹു തഹ്ലീലത്തൻ വലാ തഹ്മീദ, ഒരു തഹ്ലീലോ തഹ്മീദോ ചെല്ലുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. 24 മണിക്കൂറൊന്ന് അടിച്ചു നോക്കുക, അവൻ എത്ര ദിക്റല്ലിട്ടുണ്ട്. വലാകിൻ ഹദീസുദ്ദുന്യാ യസ്തഗ്രിഖു ഔഖാതഹു, എങ്കിലും ഇതും ഗെയിം പിടിച്ചിട്ട് ദുന്യാ സമയം മുഴുവൻ ഇത് തന്നെ ബായി വെച്ച് കൊണ്ടെടുക്കാൻ സമയം ഉണ്ടാവില്ല. നിൽക്കിരിക്കുമ്പോൾ തന്നെ കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ ബാലും കോരെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. ഒരു സലാം വിട്ടവിടെ അറ്റത്തുള്ളം മുറ്റത്തേക്ക് അകന്ന് പോയി അങ്ങോട്ട് ഇങ്ങനെ പോയി അങ്ങോട്ടേക്ക് പോയി നടത്തം തന്നെ. ലാ യഫ്തുറു അൻ, അതിനെ തൊട്ട് വിശ്രമം ഒന്നും സാധനം ഉണ്ടാവില്ല. ഇനി 2-3 പേജ് പോണ്ടി വരും, എന്നാലേ വെപ്പിലെത്തും. അല്ലെങ്കിൽ നമുക്കെന്താക്കാം, ഓതിയിട്ടടുത്തേക്കെത്തി. مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينهم لله فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما صدق الله العلي العظيم.